എഴുന്നേറ്റ് പോയി കൈ കഴിവിടി തീവൂ. കൈ ഉണങ്ങി ഈച്ച മുട്ടയിട്ട് കഴിക്കാത്ത. പോട്ടെ പോട്ടെ. എടി എന്റെ സ്ഥിരതയാണ് മെയിൻ നമ്മുടെ വീഡിയോ ഇല്ലയോ? ആ വീഡിയോ ഞാൻ നോക്കിയപ്പോ ഉണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് അതേ ഇതും കാര്യങ്ങളും എല്ലാം ഒരു പെണ്ണ് ആ പെണ്ണിന്റെ പേജിൽ ഇട്ടേക്കുന്നു. അത് പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അത് പോട്ടെ അത് എന്തുവാ വർക്ക് ഫ്രം ഹോം ജോബിന്റെ ഇതിനായിട്ടേക്കുന്നത്. എന്നിട്ടുണ്ട് ഞാൻ കൊച്ചിനെ എടുക്കുന്ന എന്റെ മുഖമൊക്കെ അതിനകത്ത് കാണാം. അപ്പൊ എനിക്ക് ഇന്നൊരു ചേച്ചി അത് അയച്ചു തന്ന്. ഞാൻ പിന്നെ അതിന്റെ സ്റ്റോറി ഇട്ടു. അപ്പൊ ആ പെണ്ണിന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ച്, അത് ഏതോ ഗ്രൂപ്പിൽ അവരുടെ ഏതോ ഗ്രൂപ്പിൽ വന്നതാ, എനിക്ക് നിങ്ങളുടെ പേജ് ആയിരുന്നു അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അവരുടെ പേജിൽ നിന്ന്. എന്താ ഞാൻ ഫ്രോഡാണെന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ജെന്യുവിനായിട്ട് ബിസിനസ് ചെയ്യുന്നതാ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സ്റ്റോറി ഇട്ട് പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്, വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അമ്മക്കുട്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അമ്മക്കുട്ടിയുടെ മനസ്സങ്ങലി. ആദ്യത്തെ ഒരു ഉഷാറേ ഉള്ളൂ. അതുകൊണ്ടല്ല, അവര് നമ്മുടെ ആവശ്യം നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ അതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം നമ്മൾ ഇതെല്ലാം ആ ചേച്ചി എന്നോട് ചോദിച്ചത്, ഇയാൾ വേറെ പേജ് തുടങ്ങിയോ, ഈ പരിപാടി നടത്തുന്നുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചത്. അപ്പം അത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞപ്പോഴേ അവർ മാന്യമായിട്ടത് ഡിലീറ്റ് ചെയ്തില്ലേ, അല്ലാതെ അവർ നമ്മളോട് വേറെ രീതിയിലൊന്നും സംസാരിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ അവരുടെ ഒരു ബിസിനസ്സിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെല്ലുന്നത്? അമ്മക്കുട്ടി ഇനി സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ സെലിബ്രിറ്റികളുടെ ഫേസ് ഒക്കെ എടുത്തിട്ട് അവരെങ്ങനെ ഉപയോഗിക്കും. അത് അതിന് പ്രത്യേകിച്ച് പെർമിഷൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാളുടെ ഫേസിന് കോപ്പി റൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെന്തോ പോയെ. പക്ഷെ അത് എന്ത് പരിപാടിക്കാ ഉപയോഗിക്കുന്നതെന്ന് കൂടെ നമ്മൾ നോക്കണം അല്ലേ. അല്ല അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആദ്യം ഇത് ചോദിക്കും, നമുക്കൊരു മറ്റേ എന്തെന്ന് പറയുന്നത് ഇതൊക്കെ തരണം, നമ്മുടെ ഫേസ് നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ. എന്താ ആപ്ലിക്കേഷൻ ഫോമൊന്നും അല്ല, മറ്റേ പേയ്മെന്റ് തരണം, നമ്മളുമായിട്ട് കൊളാബ് ചെയ്യണം. അവര് കാണിച്ചത് തന്നെ വലിയ കാര്യമൊന്നുമില്ല. അത് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഓ വലിയ ആളടെ നക്കുന്നൊക്കെ നാട്ടുകാരാണ് എടുത്തോണ്ട് പോടുന്നു. പ്ലേറ്റ് ഒക്കെ തീർന്നിട്ടാണ് ഇതിനകത്ത്. അയ്യോ ബീച്ചൊക്കെ ഇരിക്കുന്നത് മുട്ടയിട്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കുക. എന്താണ് സമുദ്രം ആസ്വദിക്കുന്നത്? കക്കൂസ്. മഴയൊന്നുമില്ല. സമുദ്രക്ക് ഇപ്പൊ എന്താന്നറിയോ, വീട്ടിനകത്തിലിരിക്കുന്ന ഇഷ്ടമല്ല, വെളിയിൽ ഇങ്ങനെ കറങ്ങുന്നതാണ് സമുദ്രക്ക് ഇഷ്ടം. എനിക്ക് എന്ത് പാടി ദൈവമോ. ഞാൻ ചായ കുടിച്ചില്ലെന്ന് തോന്നുന്നു. ഞാന് ചായ കുടിച്ച്. മറ്റേത് കുടിച്ചില്ല. മറ്റേന്തുവാ ഇന്ന് മറ്റേതില്ല. അമ്മ അല്ല ഇന്നലെ വരാണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയ്ക്ക് സമയം കിട്ടി കാണത്തില്ല, അല്ലെ സാധനം തീർന്നു പോയി കാണും. എന്റെ ആരോഗ്യം അത് ശരിക്കും പഞ്ഞിപ്പുല്ലല്ലായിരുന്നു, എന്തോന്നറിയോ, അമൃതം പൊടിയായിരുന്നു. എനിക്ക് നേരത്തെ മനസ്സിലായി ഞാനോട് പറഞ്ഞു പഞ്ഞിപ്പുല്ലെന്ന് പറഞ്ഞ ഒന്നാമത് എനിക്ക് വെയിറ്റ് കൂടുതല, ഞാൻ കുറയ്ക്കാൻ നോക്കുമ്പോ ഇയാള് പഞ്ഞിപ്പുല എന്ത് പറയുന്നേ, പഞ്ഞിപ്പുല്ല കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെളുക്കുന്നില്ലല്ലോ. അപ്പൊ സാധനം ഫ്ലോപ്പ് ആയെന്നാണ് എന്റെ അർത്ഥം. എന്താ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയാണല്ലേ ഓരോ സാമാനൊക്കെ ഉണ്ടാക്കി. ഇല്ലടി അതെന്തോ അത് നീ അത് ലാസ്റ്റ് പറയുന്നത് എന്തുവാ, അതിനകത്ത് ഉപ്പില്ലല്ലോ എന്നല്ലേ പറയുന്നത്. അത് അമ്മ ആ മടലിൽ ഉപ്പ് വരട്ടിയില്ല. നമ്മളത് ഓൾറെഡി അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മടലിനകത്തിൽ ഉപ്പ് വരട്ടിയിട്ട് വേണം പുഴുങ്ങാനെന്ന്. അല്ലെങ്കിൽ ഇവക്ക് എന്തുണ്ടാക്കി കൊടുത്താലും കൊള്ളത്തില്ലെന്നല്ലേ പറയത്തുള്ളൂ. എന്നിട്ട് മടമട അടിച്ച് തിന്നുകയും ചെയ്യും. മൊത്തം കഴിച്ചു. മതിയാബേ ഹൈലൈറ്റ് ഇരുത്തേക്കണ്ടോ. ഇതാണ് ഒറിജിനൽ ദേവു, ഇതാണ് കറക്റ്റ് പക്ക ഒറിജിനൽ.
വെളിയിലോട്ട് ഇറങ്ങുമ്പോ കാണുന്നത് നിങ്ങൾ കാണുന്ന ദേവു ഈ ദേവു അല്ല. അടുത്ത വ്ളോഗിൽ ഒരുങ്ങി വരുന്നത് ദേവിനെ രാവിലെ ഇവിടുന്ന് ഹോം ടൂർ നടത്തി കഴിഞ്ഞാൽ കാണാം കോസ്മെറ്റിക് ഐറ്റംസ്. അതെ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, നാച്ചുറൽ. എന്റെ സമുദ്രയ്ക്ക് അതൊന്നും ഇല്ല കേട്ടോ. എന്റെ സമുദ്ര നാച്ചുറൽ ബ്യൂട്ടി. എന്റെ അമ്മിക്കുട്ടി നാച്ചുറലാ, ഞാനും. അത് കാണാനുണ്ട് നാച്ചുറൽ. ഞങ്ങൾ ഹോം റെമഡീസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ പിന്നെ എന്തോ റെമഡിയാ ചെയ്യുന്നത്? ഇയാള് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പിരിയൻ ത്രെഡ് ചെയ്യും. പുരിയാൻ ത്രെഡ് ചെയ്യാൻ പിന്നെ ഊട്ടി പാർലറിൽ പോയാൽ ഇയാള് ത്രെഡ് ചെയ്യും. വീട്ടിൽ ചെയ്യുന്നവരുണ്ടല്ലോ. ഇയാൾക്ക് തിന്നില്ലെന്നും പറഞ്ഞോണ്ട് പിന്നെ ഉള്ളിലെങ്ങനെ ത്രെഡ് ചെയ്യും? പിന്നെ ദേവും ബ്യൂട്ടി പാർലറിൽ പോയി ബട്ടർഫ്ലൈ കട്ട് ചെയ്യും. അത് ആദ്യം അബദ്ധം പറ്റിയതാ. അവര് ഫ്രീ കൊറേ ഓഫർ ഇട്ടെന്നും പറഞ്ഞ് പോയി ചെയ്തതാ. പക്ഷെ ആ നേപ്പാളി ചേച്ചി എന്റെ കൊറേ മുടി എടുത്താൽ വേണ്ടി നേപ്പാളി ഭാഷ അറിയാതുണ്ട്. ഞാൻ ആശയോട് മര്യാദക്ക് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ആ ചെയ്താണ്ടൊക്കെ പറഞ്ഞു. അവൻ എന്റെ മുടി മൊത്തം മെഡിക്കൽ. അയ്യോ വാവ്. സമുദ്രയ്ക്ക് ഓർക്കാൻ വരുന്നത് കൊണ്ട് കിടത്താം. ഓക്കെ ബൈ ബൈ ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. ബിഗ് ബോസ് ആണോ? സമുദ്രം താഴെ കിടത്തത്തുള്ളു, കട്ടിലേ കിടത്തത്തില്ല പകലൊക്കെ. ബിക്കോസ് സമുദ്രം ഇപ്പോൾ കുറച്ച് കുന്തളിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരിടത്ത് കിടത്തിയ 360 ഡിഗ്രിയിൽ കറങ്ങി മറിഞ്ഞ് കട്ടിലിൽ നിന്നും താഴെ ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിന്ന് സമുദ്രയുടെ 3rd മന്തിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യും. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് 7 ദിവസമായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എടുത്ത് വെക്കണം. ഞാൻ ഇന്നലെ ഒരു 2 ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിടണോ അതോ ഈ ഫ്രോക്ക് ഇടണോ അതോ ഇതിടണോ? 3 ഡ്രസ്സ്. നല്ല കാണാൻ പറ്റുമോ? ആദ്യം നമുക്ക് സമുദ്രം പൊട്ടോട്ട് ഒഴിക്കാം. എന്നിട്ട് ഞാൻ പോയി കുളിക്കാം. എനിക്ക് വീഡിയോ എടുക്കണേ. എനിക്ക് പോർട്രേറ്റ്. അതൊക്കെ അലർജിയാ കുളിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോഴേ അത് ഇടണ്ട. അത് നമ്മൾ മറ്റേ നാട്ടിൽ എടുക്കുന്നത് വേണം. പോർട്രേറ്റിൽ എടുത്തോണ്ട് വരുന്നതൊക്കെ. ഇതിപ്പോ സമുദ്രം ഒരുക്കുന്നത്. സമുദ്രം ഒരുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരുക്കി കഴിഞ്ഞിട്ട് ഉള്ള സീൻസ് കാണിക്കാം. ഒരുക്കുന്ന സീൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് വരും, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് വരും. ഇവിടെ സമ്മതിക്കണം, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പൗഡർ മാത്രമേ ഉപയോഗിക്കില്ല, വെറുതെ ഷോയ്ക്ക് വെച്ചേക്കണമെന്നേ ഉള്ളു. പൗഡറൊക്കെ കൊച്ചിനെ ജസ്റ്റ് പൊട്ടിനകത്ത് മാത്രമായിട്ട് തൂക്കാനുള്ള, അത് അവൾ കൈ വെച്ച് മായ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പൗഡർ ഒന്നും ഒരുപാട് ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങൾക്ക്, പ്രശ്നമാവും. ഇതുപോലെ വേവിന്റെ മുറി കാണിക്കണോ? ഈ കരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയൂ. അയ്യോ, അത് നമ്മളിത് ആയുർവേദ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചതാ. അമ്മ ഇത് ആയുർവേദ ആശുപത്രിയിൽ നിന്ന് സമുദ്ര നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് വാങ്ങിച്ചതാ. ഞാൻ വേണ്ടതൊക്കെ എന്താ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് മേടിച്ചതിന്റെ പ്രത്യേകത? അല്ല, അത് നാച്ചുറൽ ആയിരിക്കുമല്ലോ, നമ്മൾ ഹോം മെയ്ഡ് പോലെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ കണ്ണിലൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഇത് ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്. പിന്നെ ദേവിന് എനിക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ ഒരു കുത്ത്, അബി ഇടുമ്പോൾ ഇവിടെ ഒരു കുത്ത്. എന്തിനാ അങ്ങനെ പിരിവെഴുതുന്നേ? അതെ, അത്ര മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ നമുക്കൊരു രസമൊക്കെ തോന്നും. എനിക്ക് പക്ഷേ 2000 സമുദ്രം ഭയങ്കര സുന്ദരിയായിട്ടാണ് തോന്നുന്നത്. അത് തന്നെ കാക്കയ്ക്ക് പെൺകുഞ്ഞായിരിക്കുമല്ലോ. ഇതിൽ ഞാനൊരു കുത്തപ്പിനാറ് പണി പറഞ്ഞിട്ട് അവക്കൊരു ബ്യൂട്ടീഷ്യൻ ആവാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് അവിടെ ഫസ്റ്റ് ക്ലൈന്റ് ആണ് ഇത് തെളിഞ്ഞിട്ട് വേണമല്ലേ ഇനി പുറത്ത് വർക്ക് കൊടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൺമഷി ഇട്ട് കൊടുക്കും, എഴുതി കൊടുക്കും, കണ്ണെഴുതി കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവള് ഒരുക്കിയതാ. കബീർപ്പൻ്റെ പോയി പൊട്ടിട്ട്. അതെന്ത് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഡീറ്റെയിൽസ്. ഞാൻ ഇവിടെ ഉണർന്നിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വന്ന്, അപ്പൊ ഇവളിങ്ങനെ തല തിരിച്ചപ്പം ഈ ഇവിടെ ഇങ്ങനെ ഉള്ളത്, ഇവിടെ നിന്നുള്ളത് നടുക്കോട്ട് മാറി. അപ്പൊ ഇവിടുത്തെ ഏരിയകളിലൊക്കെ ആളുകൾ പറയുന്നു നമ്മള് ചോറൂണ് കഴിഞ്ഞിട്ട് നടുക്ക് പൊട്ടിടാവുന്നു. അതിന്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയത്തില്ല. ശാസ്ത്രീയ വശമൊന്നും ഇല്ല.
ചിലപ്പം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് 2-3 മാസമായ 3 മാസം 4 മാസമായ കുഞ്ഞുങ്ങൾക്കും 6 മാസമായ പോലെയൊക്കെ തോന്നുമല്ലോ, ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ വായിലൊക്കെ കൊണ്ടുവച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മുൻകൂറായിട്ട് ഇവിടെ ഇങ്ങനെ കൊത്തുന്നത്. അതായിരിക്കാം സൈക്കോളജിക്കൽ വശങ്ങളാണ്. ആയിരിക്കാം. അപ്പം ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പം ഞാൻ ആ ഒരു കറുപ്പിനെയും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതങ്ങനെ വലിയൊരു പൊട്ടായി പോയത്. അത് ഭയങ്കരമായിരുന്നു. അതിന് ഒരുപാട് കമന്റുകൾ വന്നായിരുന്നു. കവിയൂർ പൊന്നും പൊട്ടിച്ചിരി ചെറുതായി പോയെങ്കിലേ ഉള്ളൂ. ശരി കിടന്നോടെ, ഒരു വഴിക്ക് പോവല്ലേ, കാക്കപ്പള്ളി എന്ന് പറഞ്ഞാൽ മതി. പൊട്ട് തൊടാനേ ഇഷ്ടമല്ലാത്ത അമ്മ തൊട്ട് കൊടുത്ത പൊട്ടായോണ്ട് ഞാൻ പറയും ഒക്കെ ഞാൻ തൊട്ട് കൊടുക്കണം. നല്ല എന്ത് രസമായിരിക്കും കുഞ്ഞ് ഒരിക്കുക, ഞാൻ ഒരിക്കുക. ഇനി നമുക്ക് കുഞ്ഞിനെ ഒരുക്കിയിട്ട് കേട്ടോ. ഇയാൾക്കങ്ങ് പേടിയാ പൊട്ട് വിടുന്നതല്ല. അവിയോട് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ദേവ് അവിയോട് ഞാൻ പറഞ്ഞേ പൊട്ടും തിരിവൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പൊട്ട് വിട്ടതാണ് ജസ്റ്റ് ആ കൺമഷി ദേഹത്തും തൊടരുത്, ആ സ്റ്റിക്കിനും നോവരുത് എന്നുള്ള രീതിയിലൊരു പൊട്ട് തൊട്ട്, അതേപോലെ ജസ്റ്റ് ആണ് ഇങ്ങനെ ഒരു വര മാത്രം പിരികത്തേര്, കൺമഷി കൊണ്ടൊരു വര. അങ്ങനെ കൊച്ചിനെ നോക്കിക്കണോ? അതൊക്കെ ഇങ്ങനെ അമക്കുമ്പോഴൊക്കെ കൊച്ചിനെ നെറ്റി നൊന്താലും ചെയ്യും. പിന്നെ അപ്പം അതൊക്കെ എനിക്ക് ഇതിനോട് വലിയ എന്നാലും എന്താ കുഞ്ഞിന് ഈ സമയത്തൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും കുഞ്ഞിനെ ബാധിക്കും. വൈബ് തന്ത. അയ്യോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നശിപ്പിക്കല്ലേ, ഇനി അതോടെ ഉള്ളൂ. എനിക്കൊരു ട്രൈപ്പോഡ് മേടിച്ചിട്ടാൽ മതി, ഞാൻ കേൾക്കത്തില്ലല്ലോ. ഇനി നിനക്ക് ട്രൈപ്പോഡ്, നിന്റെ ട്രൈപ്പോഡല്ലേ നിൽക്കുന്നത്? അതല്ല, അത് ഇയാൾ എപ്പോഴും കാണത്തില്ല. ഞാൻ ഇൻഡിവിജ്വൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താ ഇതിപ്പോ വ്ളോഗ് ആയതുകൊണ്ടല്ലേ ഇയാളെ എത്തി വലിഞ്ഞേരി വന്നേക്കുന്നത്. ഇൻഡിവിജ്വൽ വീഡിയോ നീ എന്നെ കയറ്റത്തില്ലല്ലോ. ഇല്ല കേട്ടത്തില്ല. വൈറലാക്കണോ? ദേവചരി നല്ല പൊട്ടുവാണ്, ഇന്ന് ഫോട്ടോഷൂട്ട് ഉള്ളതാ. കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചോ? ഇല്ല. വെള്ളം കുടി. എൻ്റെ കാര്യത്തിൽ ഇപ്പം നിനക്ക് ശ്രദ്ധയൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇയാളിപ്പോ പറഞ്ഞു ഇയാൾക്കൊരു വിശേഷം, ഇയാൾക്കൊരു കൊച്ചുണ്ടെന്നും പറഞ്ഞ വിശേഷം. നാളെ ഇവർക്കെങ്ങാനും കൊച്ചാവുമ്പോ ഇതേപോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞ അന്നേരം ആയിരിക്കും എന്റെ വായിരിക്കുന്നത് കേൾക്കുന്നത്. നമ്മളപ്പോഴും ഇവിടൊക്കെ തന്നെ കാണും. ഞങ്ങള് പോവല്ലേടി? ഞങ്ങള് പോവും. അന്നേരം സമുദ്ര കിമുദ്രെന്നും പറഞ്ഞാല അവിടെ കാണാൻ വന്നാലോ. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ എടുത്തോണ്ട് വരുന്നതായിരിക്കും. അഭിച്ചേട്ടാ പാപ്പം വല്ലതും ഉണ്ടോ നിങ്ങളുടെ അടുക്കളയിൽ? എന്തോടി മാഗിക്കോ? മാഗിക്കല്ല, മാജിക്ക്. മാജിക്ക് ഞാൻ പെട്ടെന്ന് കണ്ടപ്പം മാജിക് എന്ന് വായിക്കാനൊക്കെ എനിക്കറിയാം. അതെ, കണ്ണാടി വെച്ചല്ലേ? ശരി, അത് ദൂരെയുള്ളതെന്ന് അവിക്ക് കണ്ടുകൂടാ, അടുത്തുള്ളതും കണ്ടുകൂടാ. പണ്ട് അല്ല പണ്ടാണെങ്കിൽ ഈ കണ്ണിന് പ്രശ്നം വന്നപ്പോൾ ദൂരെയുള്ളത് കാണത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി കൊടുത്ത്. അപ്പൊ പിന്നെ ഫുൾ ടൈം ഫോണും കമ്പ്യൂട്ടറും എല്ലാം അടുത്ത് വെച്ച് കണ്ടോണ്ടിരുന്നു. ഇപ്പൊ അടുത്തുള്ളതും കാണാൻ പറ്റത്തില്ല, ദൂരെയുള്ളതും കാണാൻ പറ്റത്തില്ല. എന്റെ ഫോണിന്റെ മെമ്മറി തീരും. ഞാൻ പറഞ്ഞേ കൊണ്ട് തൂക്കി വെക്കണോ? ഫോൺ മേടിച്ചെന്തിനാ? ഇയാൾക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചാൽ മതിയായിരുന്നല്ലോ. ഇയാളോട് ഞാൻ പറഞ്ഞു ആ സിസ്റ്റത്തിനകത്ത് എനിക്ക് ഇത്തിരി സ്പേസ് ഉണ്ടാക്കിത്താ, കുറച്ച് വീഡിയോസും ഫോട്ടോസും കയറ്റിയിടാനുണ്ട്. ഇയാൾ തരുമോ? ഇയാളുടെ സിസ്റ്റത്തിന് എനിക്ക് ഇത്തിരി സ്പേസ് തരുമോ? എനിക്ക് സ്പേസ് ഇല്ല, ആകെ 10 GB എന്റെ 3 TBക്കകത്ത് ബാക്കിയുള്ളതിന്. മേഡം അങ്ങോട്ട് തിരിയോ? ഒരുക്കിട്ട് പോയത് അവിടെ പാട്ട് പോയത്. എന്താണിത്? ഇതുണ്ടോ കുഞ്ഞിന്റെ ബാക്കിൽ മുടി? എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ഇടണം. സമുദ്ര എനിക്ക് പറ്റില്ല. ഏതോ ഒരു സിനിമയ്ക്കകത്ത് സൂര്യയുടെ ഇങ്ങനെ കെട്ടിയ മാസ് അതുപോലെ ഉറങ്ങി എഴുന്നിട്ട് ഇപ്പൊ വന്നത്. അത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊടുത്തു വിട്ടതാ, സെലക്ട് ചെയ്തതാ. ശ്രുതി എന്ന് പറഞ്ഞ ആൻറ്റി. മേമ ഒരിക്കലും നോക്കട്ടെ. പതുക്കെ. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മുഴുവൻ കഴിവ് പുറത്തെടുക്കാൻ പറ്റിയില്ല. ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ട് പോയത് എന്റെ കുഞ്ഞിന്റെ മുഖത്ത്. ഫോട്ടോഷൂട്ടിനുള്ള കുഞ്ഞാ.
ഇതൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ അങ്ങ് മായ്ച്ച് ഇങ്ങനെ കളയും. അതായത് അവിടെ ദേഹത്ത് അധികം പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് മായ്ച്ച് കളയും. കയ്യിലും പറ്റിക്കരുത്. കൈ ഞാൻ കഴുകിയാൽ മതി. കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. ഇപ്പൊ വായി വെച്ചത് ഇപ്പോൾ കൂടുതലാണ്. ഇപ്പം എപ്പോഴും കുറച്ച് വെള്ളം എടുത്ത് ഇവിടെ റൂമിൽ വെച്ചിരുന്നാൽ മതി. ഇതാണ് കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഞാൻ ഏത് ഡ്രസ്സ് ഇടും? അയ്യോ എനിക്ക് ഡ്രസ്സേ ഇല്ലല്ലോ. ഇടയ്ക്ക് നിൻ്റെ ഡ്രസ്സുകളില്ലയോ? അതാണ്, പക്ഷെ ഇട്ട് എല്ലാരും കണ്ടല്ലേ. അപ്പൊ എനിക്ക് പുതിയ 2 ഡ്രസ്സ് വാങ്ങിച്ചു തരും. സമുദ്രക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്, എനിക്ക് മാത്രം നല്ല ഡ്രസ്സ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു, എന്റെ 1-2 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ചേച്ചിയുടെ എല്ലാ വീഡിയോയിലും ചേച്ചിക്ക് ഒരേ നൈറ്റി ആണെന്ന്. 99 പേരാണുള്ളത്. 99 പേരാണെങ്കിൽ എന്താ ഉണ്ടല്ലോ, ആ ഉള്ളവരെ നമ്മൾ തൃപ്തിപ്പെടുത്തണമല്ലോ. പറഞ്ഞത് കിഴക്കേലെ കാത്തു, എന്റെ കാത്തു എന്റെ ജെനുവിൻ സബ്സ്ക്രൈബറാ. എത്രാം ക്ലാസ്സാ? കാത്തു 1ാം ക്ലാസ്. 1ാം ക്ലാസ്സിലെ കാത്തു, 1ാം ക്ലാസ്സിലെ കാത്തു, 4ാം ക്ലാസ്സിലെ നിധി. ഇവർ 2 പേരും എന്റെ ജെനുവിൻ വ്യൂവേഴ്സ്. അവര് പറയും പിന്നെ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതൊക്കെ വലിയ ആൾക്കാരല്ലേ. ഞാൻ പിന്നെ കുഞ്ഞു പിള്ളേരുടെ കാര്യമാണ്. കുഞ്ഞു പിള്ളേരാണ് എനിക്ക് കമന്റ്സ് ഒക്കെ ഇങ്ങനത്തെ പറയുന്നത്. അവരുടെ മനസ്സിൽ കള്ളമില്ലല്ലോ, അപ്പോൾ ഇതിനുള്ള കാര്യം ഉള്ള പോലെ പറയുമല്ലോ. ഇത് ഞാൻ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം ഇടാം. പക്ഷേ ഇത് ഫീഡിങ് അല്ലാത്തതുകൊണ്ട് സമുദ്ര കരയുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പാൽ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാത്തത്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം പാലോട് സെറ്റാക്കിയിട്ട് അല്ലേ വേണമെങ്കിൽ ഇതിടാം. ഇതെനിക്ക് അജ്ജു മേടിച്ചു തന്നു കൊടുപ്പം, ഇതിടാം. ഈ കുഴപ്പമില്ല. ഇതാ ഫീഡിങ്ങും ഉണ്ട്. ഞാൻ വരുന്നില്ല വീഡിയോക്കകത്ത്. ഏത് വീഡിയോയിൽ? ഫോട്ടോഷൂട്ടിൽ. എന്താ? എനിക്ക് നല്ല ഡ്രസ്സില്ല. എന്തോ എങ്ങനെ? എനിക്ക് ഡ്രസ്സില്ല. പിന്നെ പുളസ് ഇവിടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമുദ്രക്കാ കൂടുതൽ ഡ്രസ്സ് ആക്കാം. എല്ലാം ചെറുതായി. ചെറുതായിരുന്നു. സമുദ്രേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ നീ റെഡി ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഇന്ന് 3 month ഫോട്ടോഷൂട്ട് ഉള്ളതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈഫൈ ഹൈഫൈ. ഇനി പശുവിനെ കാണുമെന്നോ? പശുമ്പയെ കാണുന്നോ? പശുമ്പേ പിന്നെ അമ്മച്ചിയുണ്ടോ കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന്. ഓയ് ഓയ് ഓയ്. ഇതുവരെ പ്രൊട്ടീഷൻ കഴിഞ്ഞില്ലയോ? എല്ലാം നടക്കുവോ? നടക്കും. എടി കടത്തരി കൊച്ചിനെ. താഴെ കിടത്തിട്ട് ഊര്, അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് മൂത്രം പിടിക്കോള് അല്ലേ? സ്നഗി വലിച്ച് അറിയാവുന്ന പണി ചെയ്താ പറയാ. എന്ത് പാടി ഒരു സ്നഗിക്ക് എന്ത് വിലയാന്നറിയാതെയോ നിനക്ക്? കുഴപ്പമില്ല, അതങ്ങട്ട് നഗിക്കേ കളയാനില്ല. എന്റെ കണ്ണ് കാണുന്നില്ലേ? എനിക്ക് ഇങ്ങനത്തെ ഉൾപ്പെടാൻ പേടിയാ. എനിക്ക് ഇടിക്കാൻ പേടിയാ. ഇങ്ങനെ കുഞ്ഞിൻ്റെ തലയൊക്കെ നമ്മൾ ശ്വാസം മുട്ടുന്ന പോലെ കാണിക്കുമ്പോൾ എനിക്ക് പേടിയാ. പിന്നെ കൈയൊക്കെ കുത്തിയൊടിക്കാൻ പറ്റും, കുത്തിയൊടിക്കുമോ ഉള്ള പേടിയാ എനിക്ക്. അവിടെ ഇങ്ങനെയൊക്കെയുള്ള ടാസ്ക് പിടിച്ച കാര്യങ്ങൾ ഞാൻ ദേവനാണ് ഏൽപ്പിക്കാറ്. ദേഷ്യം വരുന്നു. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് സമുദ്ര വയലന്റ് അടിക്കുകയാണ്. ബൈ ബൈ ബൈ.